ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സീക്വൻസ് എന്താണ്, സീക്വൻസിലെ ടേംസ്, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഡെഫിനിഷനൊക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ സീക്വൻസിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് എക്സാമ്പിളായിട്ട് എക്സാമിന് ചോദിക്കാം. ചിലപ്പം ഒരു മാർക്കിനൊക്കെ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ എഴുതുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചോദിക്കാനുണ്ട്. ആ എക്സാമ്പിൾസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. അപ്പം ഒന്നാമത്തെ സീക്വൻസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് മനസ്സിലാക്കി വേണം. സീക്വൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ ബി എക്സെട്ര എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയട്ടെ, ഈ സീക്വൻസിനകത്ത് എല്ലാ ടേംസുകളും വരാണ്. ഫസ്റ്റ് ടൈം ബി ആണ്, സെക്കൻഡ് ടൈം ബി ആണ്, തേർഡ് ടൈം ബി ആണ്. എല്ലാ ടേംസുകളും ആർക്ക് ഈക്വൽ ആണ്, എല്ലാ ടേംസും ബിക്ക് ഈക്വൽ ആണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഈ സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ നോക്കിയട്ടെ, വേറൊരു എക്സാമ്പിൾ നോക്കിയട്ടെ. നമ്മൾ ഈ ബി എന്ന് പറയുന്ന സീക്വൻസിനകത്ത് എല്ലാ ടേംസും നമ്മൾ 1,1,1 എക്സെട്ര എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പം ഈ സീക്വൻസിനകത്ത് എല്ലാ ടേംസും 1 അല്ലേ. അപ്പം ആ സീക്വൻസിനെ നമ്മൾ വിളിക്കുന്നവരെ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്താട്ടെ. എ എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ സീക്വൻസ് 0,0,0 എക്സെട്ര എന്ന് ഡിഫൈൻ ചെയ്യുന്നു. നോക്കിയാട്ടെ, ഈ സീക്വൻസിനകത്ത് എല്ലാ ടേമും 0 അല്ലേ. അപ്പം ഈ സീക്വൻസിനെ നമ്മൾ വിളിക്കുന്നവരെ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0 എന്ന് വിളിക്കുന്നു. അപ്പം ഈ രീതിയിൽ എല്ലാ ടേംസുകളും സെയിം ആണ്. അതായത് ഫസ്റ്റ് ടേം എടുത്താലും സെക്കൻഡ് ടേം എടുത്താലും തേർഡ് ടേം എടുത്താലും എല്ലാ ടേമും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കിയാട്ടെ. അടുത്ത ഒരു എക്സാമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് ബി നമ്മൾ ഒരു റിയൽ നമ്പർ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ ബി എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ബി റേസ് ടു എൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ബി എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ബി റേസ് ടു എൻ. അപ്പോൾ ആ ബി റേസ് ടു എൻ എന്ന് പറയുന്ന സീക്വൻസിനകത്തെ ടേംസ് എന്ത് വരും, എന്നിന് അവിടെ കോമ എൻ ബിലോങ്സ് ടു എൻ ആയിരിക്കും. എന്ന് നമുക്ക് നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കാം. അപ്പം ബി എന്ന് പറയുന്ന സീക്വൻസിനകത്തെ ടേംസ് എന്തായിരിക്കും, എന്നിന് 1 കൊടുത്താൽ ബി റേസ് ടു 1 കിട്ടുന്നു, എന്നിന് 2 കൊടുത്താൽ ബി സ്ക്വയർഡ്, എന്നിന് 3 കൊടുത്താൽ ബി ക്യൂബ്, എന്നിന് 4 കൊടുത്താൽ ബി റേസ് ടു 4 എക്സെട്ര ബി റേസ് ടു എൻ എക്സെട്ര എന്ന് കിട്ടുന്നു. ഇതാണ് അടുത്ത ഒരു സീക്വൻസിന് എക്സാമ്പിൾ. അതായത് ബി നമ്മളൊരു റിയൽ നമ്പർ ആയിട്ട് എടുക്കുമ്പോൾ ബി എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ ബി റേസ് ടു എൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അവിടെ എൻ ബിലോങ്സ് ടു എൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിനകത്തെ ടേംസുകൾ ഇതാ ഇങ്ങനെ കിട്ടുന്നു. ഫസ്റ്റ് ടൈം ബി ആണ്, സെക്കൻഡ് ടൈം ബി സ്ക്വയർഡ്, തേർഡ് ടൈം ബി ക്യൂബ് എക്സെട്ര എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഈ സീക്വൻസിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കാം. ഈ ബി എ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 1/2 എടുക്കുന്നു. 1/2 ഒരു റിയൽ നമ്പർ ആണല്ലോ. അപ്പം ബിയുടെ പ്ലേസിൽ 1/2 കൊടുത്താൽ ഈ സീക്വൻസിനകത്ത് ടേംസുകൾ എങ്ങനെ വരും, ഫസ്റ്റ് ടൈം 1/2 ആകുന്നു, രണ്ടാമത്തെ ടൈം 1/2ൻ്റെ സ്ക്വയർ, മൂന്നാമത്തെ ടൈം 1/2ൻ്റെ ക്യൂബ് എക്സെട്ര. ഇടയ്ക്കുള്ള ടൈം എന്ത് വരും, എന്ത് ടൈം 1/2 റേസ് ടു എൻ എക്സെട്ര എന്ന് കിട്ടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ആദ്യത്തെ ടൈം 1/2 ആണ്, രണ്ടാമത്തെ ടൈം 1/2ൻ്റെ സ്ക്വയർ 1/4 ആകുന്നു, മൂന്നാമത്തെ ടൈം 1/2ൻ്റെ ക്യൂബ് 1/8 ആണ്, നാലാമത്തെ ടൈം 1/16 എക്സെട്ര 1/2 റേസ് ടു എൻ എക്സെട്ര എന്ന് കിട്ടുന്നു. ഈ ഒരു സീക്വൻസ് ഇതും എന്തിന് എക്സാമ്പിളാണ്, സീക്വൻസിന് എക്സാമ്പിളാണ്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയട്ടെ. സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിൽ 2n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. അപ്പം ഈ ഒരു സീക്വൻസിന് നമ്മൾ എ എന്ന് പറഞ്ഞ് പേര് കൊടുത്താൽ ഇത് ആരുടെ സീക്വൻസ് ആണ്, ഇതാണ് സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണെന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 2n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n എന്ന് പറയുന്നത്. അപ്പം ഈ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഓഫ് സീക്വൻസിനകത്ത് മെമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് ടൈം 2, രണ്ടാമത്തെ ടൈം 4, അടുത്ത ടൈം 6, അടുത്ത ടൈം 8 എക്സെട്ര എന്ന് പറഞ്ഞായിരിക്കും സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനകത്തെ മെമ്പേഴ്സുകൾ അല്ലെങ്കിൽ ടേംസുകൾ നമുക്ക് ഈ രീതിയിലായിരിക്കും എന്ന്. ആ ടേംസുകളെ നമ്മൾ ഇൻഡക്റ്റീവ്ലി എങ്ങനെ ഡിഫൈൻ ചെയ്യാം,
ഫസ്റ്റ് ടൈം x1 ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പം സെക്കൻഡ് ടൈം മുതൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. xn+1 ഈക്വൽ ടു xn+2 എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ x1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഫിക്സഡ് ആണ്. രണ്ടാമത്തെ ടൈം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? xn+1 ഈക്വൽ ടു xn+2 അല്ലേ? അപ്പോൾ അവിടെ n-ന് 1 കൊടുത്തേ. n-ന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x2 കിട്ടും രണ്ടാമത്തെ ടൈം അല്ലേ? അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് n-ന് 1 കൊടുത്താൽ x2 ഈക്വൽ ടു x1+2 കിട്ടും. x1 ഓൾറെഡി നമ്മൾ 2 ആണെന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2+2 ഈക്വൽ ടു 4 എന്ന് രണ്ടാമത്തെ ടൈം കിട്ടി. ശരിയാണോ? ഇനി മൂന്നാമത്തെ ടൈമാണ് കിട്ടേണ്ടതെങ്കിൽ n-ന് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. ഈ ഇക്വേഷനകത്ത് n-ന് 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. അപ്പോൾ റൈറ്റ് സൈഡിൽ n-ന് 2 കൊടുത്താൽ എന്താ വരുന്നത്? x2+2 വരും. അപ്പോൾ x2 നമ്മളിവിടെ ഓൾറെഡി 4 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4+2 ഈക്വൽ ടു 6 വരും. അപ്പം 2, 4, 6 എക്സെട്ര ആണ് ആ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻഡക്റ്റീവിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് ഇനി y1 വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തെങ്കിൽ ആ ഡെഫിനേഷനെ നമുക്ക് എങ്ങനെയും എഴുതാം. y1 ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് y1 ഇസ് ഈക്വൽ ടു 2 എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ yn+1 ഈക്വൽ ടു y1+yn ഈ രീതിയിൽ നമുക്ക് ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ട് സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ അപ്ലൈ ചെയ്താലും ഈ a ഇസ് ഈക്വൽ ടു 2n എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മെമ്പേഴ്സുകൾ നമുക്കറിയാം. 2, 4, 6, 8 എക്സെട്ര ഇതായിരിക്കും ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മെമ്പേഴ്സ്. അപ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് എങ്ങനെ കിട്ടുമെന്ന് നോക്കിയട്ടെ. y1 ഇസ് ഈക്വൽ ടു 2 ഫിക്സ്ഡ് ആണ്. ഇനി നമുക്ക് y2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഫോർമുലയ്ക്കകത്ത് നമ്മൾ n-ന് എത്ര കൊടുക്കുന്നു? n-ന് 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ n-ന് 1 കൊടുത്താൽ 1+1 2 y2 വരുന്നു. y2 ഇസ് ഈക്വൽ ടു y1 പ്ലസ് n-ന് 1 കൊടുത്താൽ y1+y1 വരുന്നു. ഓക്കെ, അപ്പം y1+y1 2 ആണ്. അപ്പോൾ 2+2 ഈക്വൽ ടു 4 രണ്ടാമത്തെ ടൈം കിട്ടിയില്ലേ? ഇനി നമുക്ക് തേർഡ് ടൈം ആണ് കിട്ടേണ്ടത് എങ്കിൽ n-ന് എത്ര കൊടുക്കണം? 2 കൊടുക്കണം. അപ്പം ഈ ഒരു ഫോർമുലയ്ക്കകത്ത് n-ന് 2 കൊടുക്കുമ്പോൾ നമുക്ക് y3 കിട്ടുന്നു. y3 ഇസ് ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്യാം? y1+y2 എന്ന് ഡിഫൈൻ ചെയ്തു. y1 2 ആണെന്ന് നമുക്കറിയാം, y2 4 ആണ്. അപ്പോൾ 2+4 ഈക്വൽ ടു എത്ര കിട്ടി? 6 കിട്ടി. തേർഡ് ടൈം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഫോർത്ത് ടൈം ആണ് കിട്ടേണ്ടതെങ്കിൽ n-ന് എത്ര കൊടുക്കണം? 3 കൊടുക്കണം. n-ന് 3 കൊടുക്കുമ്പോൾ ആ ഫോർമുലയ്ക്കകത്ത് ലെഫ്റ്റ് സൈഡ് y4 ആകുന്നു അല്ലേ? റൈറ്റ് സൈഡ് എങ്ങനെ മാറുന്നു? y1+y3 എന്ന് മാറുന്നു. ഓക്കെ, y1 2 ആണെന്ന് നമുക്കറിയാം, y3 6 ആണ്. അപ്പോൾ 2+6 ഈക്വൽ ടു 8 ഇതാ ഫോർത്ത് ടൈം കിട്ടി. മനസ്സിലായോ? അപ്പം ഈ ഒരു സീക്വൻസ്, അതായത് സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് സീക്വൻസ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളാണ്. അടുത്ത ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ നമുക്ക് ഡിഫൈൻ ഫിബോനാക്കി സീക്വൻസ് അല്ലെങ്കിൽ ഫിബോനാച്ചി സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പം ഈ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഫിബോനാച്ചി സീക്വൻസ് എന്നോ ഫിബോനാക്കി സീക്വൻസ് എന്നൊക്കെ വായിക്കാം. ഈ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ എഴുതാനായിട്ട് ചോദിക്കും. അപ്പം ഈ ഫിബോനാച്ചി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുന്ന f ഇസ് ഈക്വൽ ടു fn എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുക്കുന്നു. അപ്പം f ഇസ് ഈക്വൽ ടു fn എന്ന് പറയുന്ന സീക്വൻസിനെ നമ്മൾ ഫിബോനാച്ചി സീക്വൻസ് എന്ന് വിളിക്കണമെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. f1 ഫസ്റ്റ് ടൈം 1 ആയിരിക്കും, അതേപോലെ രണ്ടാമത്തെ ടൈം f2 1 ആയിരിക്കും. ഇനി തേർഡ് ടൈം മുതൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല fn+1 ഈക്വൽ ടു fn-1 പ്ലസ് fn ആയിരിക്കും. ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടായിരിക്കും തേർഡ് ടൈം മുതൽ കണ്ടുപിടിക്കുന്നത്. അവിടെ n-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. n-ൻ്റെ വാല്യൂ 2 2-ൽ കൂടുതലോ ഏത് വന്നാലും നമുക്ക് ആ ഫിബോനാക്കി സീക്വൻസിലെ ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യും. അപ്പം ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന സീക്വൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഫിബോനാക്കി സീക്വൻസ് എന്ന് വിളിക്കുന്നു. അപ്പം ആ ഫിബോനാക്കി സീക്വൻസിലെ ടേംസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് ടൈമും 1 ആണ്, സെക്കൻഡ് ടൈമും 1 ആണ്. നമുക്ക് തേർഡ് ടൈം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ തേർഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് n-ന് എത്ര കൊടുക്കാം? തേർഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷനകത്ത് നമ്മൾ n-ന് 3 കൊടുക്കുന്നു അല്ലേ? പുട്ട് n is equal to 3 അല്ല n is equal to 2 കൊടുക്കുന്നു.
n-ന് 2 കൊടുത്താൽ ഇവിടെ 2 + 1 3 വരുന്നു. 3 = n-ന് 2 കൊടുത്താൽ ഇവിടെ 2 - 1 1 വരും. n-ന് 2 കൊടുത്താൽ f1 + f2 വരും. f1 നമ്മൾ ഓൾറെഡി 2 ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. f2 നമുക്ക് എത്രയാണെന്ന് കിട്ടി? f1ഉം f2 നമുക്ക് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 + 1 = 2 എന്ന് കിട്ടി തേർഡ് ടേം അല്ലേ. അപ്പോൾ നമ്മുടെ സീക്വൻസിലെ മൂന്നാമത്തെ ടേം 2 കിട്ടിയല്ലോ. ഇനി നമുക്ക് സീക്വൻസിനെ നാലാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ n-ന് എത്ര കൊടുക്കണം? 3 കൊടുക്കണം അല്ലേ. പുട്ട് n = 3. n-ന് 3 കൊടുത്താൽ ഇവിടുത്തെ നാലാമത്തെ ടേം 3 + 1 4 f4 കിട്ടുന്നു. അപ്പോൾ f4നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദാ n-ന് 3 കൊടുത്താൽ ഇവിടെ 3 - 1 2 f2 വരുന്നു. n-ന് 3 കൊടുത്താൽ ഇവിടെ f3 വരുന്നു. അപ്പോൾ നമുക്ക് f2 + f3 അല്ലേ. f2 നമുക്ക് 2 ഉണ്ട്. f3യും എത്രയുണ്ട്? f3യും 3 ഉണ്ട്. ഇവിടെ എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക്. f3യും 3 ഉണ്ട് അല്ലേ. അല്ല സോറി, f2 1 ആണ്. f2 1ഉം f3 2ഉം. അപ്പോൾ 2 + 1 = 3 വന്നു. മനസ്സിലായി? 2 + 1 = 3 വന്നു. അപ്പോൾ നമ്മുടെ ഫോർത്ത് ടേം എത്ര വന്നു? ഫോർത്ത് ടേം 3 കിട്ടി. മനസ്സിലായല്ലോ? ഫോർത്ത് ടേം 3 കിട്ടി. ഇനി നമുക്ക് ഏത് ടേം കണ്ടുപിടിക്കണം? ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ നോക്കിയാട്ടെ, ഇതാ ഫസ്റ്റ് ടേം f1 = 2ഉം f2 = 2. ഫസ്റ്റ് രണ്ട് ടേമും ഫിക്സഡ് ആണ്. f3 കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് രണ്ട് ടേമിൻ്റെ സം എടുത്താൽ f1 + f2. ആ ഫസ്റ്റ് രണ്ട് ടേമിൻ്റെ സമ്മാണ് f3 എന്ന് പറയുന്നത്. അപ്പോൾ f4 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡും തേർഡും ടേമിൻ്റെ സമ്മാണ് f4. അപ്പം ഈ ഒരു രീതിയിൽ f5 എങ്ങനെ കണ്ടുപിടിക്കാം? പറയാമല്ലോ. f5 എന്ന് പറയുന്നത് ആരുടെ സമ്മായിരിക്കും? f4ൻ്റെയും f3യുടെയും സമ്മായിരിക്കും f5 എന്ന് പറയുന്നത്. f4 3 ആണ്, f5 2 ആണ്. അപ്പോൾ 3 + 2 = എത്ര വരും? 5 കിട്ടും. മനസ്സിലായോ? ഇനി f6 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ? f6 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ f6 എന്ന് പറയുന്നത് f5ൻ്റെയും f4ൻ്റെയും സമ്മാണ്. f5 നമുക്ക് 5 ഉണ്ട്, f4 3 ഉണ്ട്. അപ്പം 5 + 3 = എത്ര വരും? 8 വരും. അപ്പോൾ f6 എത്ര കിട്ടി? 8 കിട്ടി. മനസ്സിലായോ? f7 ആണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? f7 എന്ന് പറയുന്നത് f6ൻ്റെയും f5ൻ്റെയും സമ്മായിരിക്കും. f6 നമുക്ക് 8 ഉണ്ട്, f5 5 ഉണ്ട് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് = 8 + 5 = എത്ര വരും? 13 വരും. മനസ്സിലായോ? ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഫിബോനാക്കി സീക്വൻസ് കിട്ടുന്നത്. മനസ്സിലായോ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ്. എക്സാമിന് ഫിബോനാക്കി സീക്വൻസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഫിബോനാക്കി സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? അപ്പം സീക്വൻസിന് എക്സാമ്പിൾസുകളായിട്ട് ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ.